ഇന്ന് ഞാൻ വന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്ക് തന്നെയാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. ഞാൻ ഉണ്ടാക്കലിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇത്ര നാളും ഈ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ട അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടി. നല്ലപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ നല്ലപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 kg റെസിപ്പിയാണ്. നിങ്ങൾ നേരെ പകുതിയുടെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 kg റെസിപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും അതുപോലെ 1 കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കാരമലൈസ് ചെയ്ത ഈ സിറപ്പിലേക്ക് കുറച്ച് ഡേറ്റ്സും അതുപോലെ ക്യാരറ്റും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കണം. ഇതിന്റെ കൂടെ ഞാനൊരു പിടി റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സിനമൺ പൗഡറും ഈ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വെള്ളമൊക്കെ വറ്റി ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഗ്രേറ്റഡ് ക്യാരറ്റിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 5-6 ഗ്രാമ്പു ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് 3 കപ്പ് മൈദ, അതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ സീവ് ചെയ്തെടുക്കാം. 3 വട്ടെങ്കിലും ഇത് അരിച്ചെടുക്കണം. വേറൊരു പാത്രത്തിൽ 6 മുട്ട എടുത്തിട്ട് ഒരു പിഞ്ച് സോൾട്ട് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയും അതുപോലെ അതിൻ്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാരയും കൂടിയും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് എടുക്കുക. അധികം ഫ്ലഫി ആക്കണ്ട, നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര ഫ്ലഫി ആക്കണ്ട, ചെറിയ രീതിയിലാക്കുക. എന്നിട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റും അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഓയിൽ ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ലാസ്റ്റാണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ആദ്യമേ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ ബീറ്റ് ആയി പോകും. അപ്പം ഞാനൊരു 1/2 കപ്പ് ഓയിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ മിക്സ് എടുക്കാൻ പാടുള്ളൂ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിലാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് വരാട്ടോ. ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഈ ബാറ്റർ ഫുള്ളും ഈ ട്രേയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്യൂർ വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഓടിച്ചു കൊടുക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ കാഷ്യൂ നട്ട്സും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ബേക്ക് ചെയ്യുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 hour അടുത്തുണ്ടാവും. അതുപോലെ 180 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ മൊത്തം നല്ലൊരു മണമാണ് ക്യാരറ്റ് ഡേറ്റ്സിന്റെ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറഞ്ഞോളൂ, അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ.